മുഖ്യമന്ത്രി ഇന്നൊരു കുറ്റവാളിയാണ്. നിസ്സഹായിയായ ഒരു സഹോദരിയെ വഞ്ചിച്ച മനുഷ്യനായിട്ട് ആ മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ അർഹനാണോ? ഇരുന്നുകൂടാ. ഇത്തരത്തിലുള്ള നാറികളെ പേറുന്ന നിലപാട് സ്വീകരിച്ച മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ അർഹനാണ്. ഒരു മെയിലിലൂടെ ഊരും പേരുമില്ലാത്ത ആരുടേതാണെന്ന് പോലും അറിയാത്ത മെയിലിലൂടെ SIT രൂപീകരിച്ച് അന്വേഷണം നടത്തി ഒരു ഹോട്ടൽ വളഞ്ഞ് ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യാൻ താൽപര്യപ്പെടുന്ന കേരള പോലീസിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ചോദിക്കാനായിട്ടുള്ളത്, അങ്ങയുടെ ക്ലിഫ് ഹൌസിനോട് വളരെ അടുത്ത് താമസിക്കുന്ന ശ്രീ KV ഗണേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ അങ്ങയുടെ പോലീസ് എപ്പോഴാണ് പുറപ്പെടുക? ഞാൻ അതിനെക്കുറിച്ച് കമന്റ് ഒന്നും പറയുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഒരു കപ്പായിട്ടുള്ള ഒരു ഇരിപ്പുണ്ടല്ലോ, ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന് പറഞ്ഞ്, ഈ സ്ത്രീകളോടുള്ള അദ്ദേഹത്തിന്റെ, അവരുടെ സുരക്ഷയോടുള്ള അദ്ദേഹത്തിന്റെ ഭയങ്കരമായ താല്പര്യം, ആഘോഷിക്കപ്പെട്ടൊരു താല്പര്യമുണ്ടല്ലോ. നേരത്തെ ഒരു കേസ് വന്നപ്പോൾ എന്താണ് മുഖ്യമന്ത്രിയുടെ നിലപാടിക്കാർ? മുഖ്യമന്ത്രിയുടെ പോലീസാണ് ഒരു സ്ത്രീ ഫോണിൽ വിളിച്ചിട്ട്, ഒരു മന്ത്രിയുടെ ഭാര്യ ഫോണിൽ വിളിച്ചിട്ട് അവിടെ വന്ന് എന്താണെന്ന് അന്വേഷിക്കാതെ അവര് തിരിച്ചു വരുന്നതിന് മുമ്പ് അവരെ കാണാതെ നേരെ അതേ ജീപ്പിൽ തന്നെ തിരിച്ചു പോയത്. ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും കിട്ടാത്ത നീതി കേരളത്തിലെ ഏത് സ്ത്രീക്കാണ് കിട്ടാൻ പോകുന്നത്? മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. മറ്റേ കാര്യത്തിൽ ഞാൻ പറയുന്നില്ല, ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല. ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അവരെ ആക്രമിക്കുകയാണ്, മുറിയിൽ അടച്ചു പൂട്ടിയിട്ടിട്ട് അവരുടെ നിന്ന് ഫോൺ തട്ടിപ്പറിക്കുകയാണ്. അവര് പോലീസിനെ വിളിക്കുകയാണ്, പോലീസ് വരികയാണ്. വന്നിട്ട് പോലീസ് എന്ത് ചെയ്തു? അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചോ? ഇവരാരെങ്കിലും ആക്രമിച്ചെന്ന് അന്വേഷിച്ചോ? അവർക്ക് പരിക്ക് പറ്റിയെന്ന് അന്വേഷിച്ചോ? അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയ പിന്നെ എന്തു പോലീസാണ്? ഏത് സ്ത്രീക്കാണ് കേരളത്തിൽ ഈ പോലീസിനെ കൊണ്ട് സുരക്ഷ കിട്ടുന്നത്? മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയണം. എല്ലാത്തിലും ഒരു മൗനമുണ്ട്, മിണ്ടാതിരിക്കൽ. ആ മിണ്ടാതിരിക്കൽ ഇക്കാര്യത്തിൽ പറ്റില്ല. കാരണം സ്ത്രീ സുരക്ഷയുടെ ഏറ്റവും ടോപ്പിലുള്ള ആളാന്ന് പറഞ്ഞാൽ ആ കപ്പും പിടിച്ച ഇരിപ്പുള്ള ഫോട്ടോയാണ് എന്റെ മനസ്സിൽ ഈ സംഭവം വന്നപ്പോൾ വന്നത്. അതെല്ലാം വെറും PR ആയിരുന്നു. ഇത്തരം വിഷയങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം എടുത്തൊരു നിലപാടുണ്ട്. ആ നിലപാടുണ്ട്. ഞാൻ മുഖ്യമന്ത്രി എന്തു പറയുന്നു എന്നറിയാൻ കാത്തിരിക്കുകയാണ് ഈ വിഷയത്തിൽ. മുഖ്യമന്ത്രി എന്തു പറയുന്നു, എന്ത് നടപടി സ്വീകരിക്കുന്നു എന്നറിയാൻ കാത്തിരിക്കുകയാണ്. എന്ന് പറയട്ടെ. ഇപ്പൊ മനസ്സിലായല്ലോ കോൺഗ്രസ് ഇവരൊക്കെ തമ്മിലുള്ള വ്യത്യാസം.